സാർ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, അദ്ദേഹം AICCയിലെ പാർട്ടിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയാണ്, പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുന്ന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മിക്കവാറും ഒക്കെ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ശരി ആവട്ടെ, കേരളത്തിൽ നിന്നുള്ള തദ്ദേശ ഇലക്ഷനാണ്. സാർ, എന്തിനാണ് അദ്ദേഹം ഈ കൊച്ചി കിടന്ന് കറങ്ങുന്നത്? കൊച്ചി കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളും കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ പോലും കോൺഗ്രസിൻ്റെ മേൽവിലാസം കുറച്ചെങ്കിലും കാത്തു സൂക്ഷിക്കാൻ കരുത്തുള്ളൊരു ജില്ലയാണ് കൊച്ചി. ഇവിടെ പുറത്തുനിന്ന് ആരും നേതാക്കൾ വന്നില്ലെങ്കിൽ, കാര്യമായ നേതാക്കൾ ആരും വന്നില്ലെങ്കിൽ പോലും കൊച്ചിയിൽ തരക്കേടില്ലാത്ത വിജയം കോൺഗ്രസിനുണ്ടാവും. കാരണം ഇത് ഇവിടെ കോൺഗ്രസ്സുകാരുള്ള വിജയമാണ്. പക്ഷെ നാളെ ഇവിടെ ഇപ്പം ഇലക്ഷനിൽ കൊച്ചിയിൽ വലിയ ഗംഭീര വിജയം ഉണ്ടായാൽ, കോർപ്പറേഷൻ ശക്തമായി തിരിച്ചു പിടിച്ചാൽ, കൊച്ചിയുടെ ചാർജ് VD സതീശനാണ്. VD സതീശന് നമ്പർ 1 ആയിട്ടുള്ള അടുത്തുകൊണ്ടിരിക്കുന്ന റിലേയിൽ ചീഫ് മിനിസ്റ്ററുടെ അല്ലെ കോൺഗ്രസിന് ചീഫ് മിനിസ്റ്റർ സ്ഥാനം കിട്ടിയാൽ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന 1-2 പേരെ പുറകെ ഓടുന്നുള്ളൂ. അതിലൊരാൾ വേണുഗോപാലാണ്. VD സതീശനാണ് ഇപ്പോൾ സ്വല്പം മുമ്പിൽ നിൽക്കുന്നത്. അപ്പം VD സതീശൻ്റെ ജില്ലയിൽ തന്നെ തൻ്റെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം KC വേണുഗോപാലുണ്ടാവും. മാത്രമല്ല, ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരെയൊക്കെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയോ എവിടെയെങ്കിലുമൊക്കെ നിർത്താനും ശ്രമിച്ചിട്ടുണ്ടാവും. നാളെ കൊച്ചിയുടെ മേയർ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ തുല്യമാണ്. ആ മേയർ സ്ഥാനത്തേക്ക് താൻ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ടുവരാൻ പറ്റണം, ആ ആളെ ജയിപ്പിക്കണം, ആ ആൾക്ക് പാരലായിട്ട് വരാൻ പറ്റുന്ന ആളെ അത്യാവശ്യം വന്നാൽ തോൽപ്പിക്കണം. അതൊക്കെ കൊച്ചിയിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ KC വേണുഗോപാലിനെ പോലുള്ള നേതാവ് ചെയ്യേണ്ടത് ദുർബലമായ സ്ഥലത്ത് ജയിപ്പിക്കാൻ നോക്കണം. ഏറെക്കുറെ ഒരു 49% ജയസാധ്യതയുള്ള സ്ഥലത്തല്ല KC വേണുഗോപാൽ വർക്ക് ചെയ്യേണ്ടത്. ഒരു 35-40% നിയോജകമണ്ഡലങ്ങളിലോ കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റിയിലോ വർക്ക് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ KC ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ച ആളാണ്, MLA ആയ ആളാണ്. അപ്പോഴേ തൊട്ടടുത്ത ജില്ലയാണ് കൊല്ലം ജില്ലയാണെന്ന് ഈ ഇപ്പോഴത്തെ ഇലക്ട്രൽ പിക്ചറിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഹോപ്പ് കുറഞ്ഞൊരു ജില്ല കൊല്ലം ജില്ലയാണ്. അതിന് കാരണങ്ങളുണ്ട്, അത് പിന്നെ വിശദീകരിക്കാം. ഈ കൊല്ലം ജില്ലയിൽ എന്തുകൊണ്ട് KC സജീവമായി നിൽക്കുന്നില്ല? രമേശ് ചെന്നിത്തല കോഴിക്കോട് ജാതി കൊടുത്തിട്ട് പത്തനംതിട്ട തിരുവല്ല ഈ ഭാഗമായിട്ട് കറങ്ങാണ്. അതിൻ്റെ ഉദ്ദേശം വേറെ. ഇത് നിന്ന് വർക്ക് ചെയ്യുന്ന ഏത് ചാർജ് കൊടുത്ത് കഷ്ടിച്ച് മുരളീധരൻ മാത്രം തിരുവനന്തപുരത്തുണ്ട് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഗ്രൂപ്പിലുള്ളവരെ ജയിപ്പിക്കാനായിട്ട് മെനക്കെടുക. അല്ല, മുരളീധരൻ്റെ വർക്ക് ഒരു വേറൊരു വർക്ക് തന്നെയാണ്. അല്ല അത് മുരളീധരന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടായിരിക്കാം. മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ സാർ, അദ്ദേഹത്തിനെ പോലെ ഒരു കോൺഗ്രസ്സുകാരന് RSS വിരോധം, BJP വിരോധം, BJPക്കാർക്കെല്ലാം കടുത്ത വിരോധമാണ്. അല്ല, അപ്പം മുരളീധരനെ പോലെ കൊല്ലത്ത് അതുപോലെ വിഷ്ണുനാഥ് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കാത്ത എന്താ? അവിടെ ജയിച്ച ആളല്ലേ, അവിടുത്തെ MLA അല്ലേ, ദേശീയ ഭാരവാഹി, കോൺഗ്രസിൻ്റെ ഭാരവാഹി. എല്ലാം ഫ്ലെക്സിബിൾ ആണ്, എപ്പോൾ വേണോ മാറിയിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് പ്രേമേന്ദ്രൻ ജയിക്കുന്നതല്ലേ, അത്ര വോട്ട് UDFന് ചെയ്യാൻ വിരോധമില്ലാത്തവരുണ്ടല്ലോ അവിടെ. തീർച്ചയായിട്ടും ആ കണക്ക് നോക്കാതെ ഈ എറണാകുളത്തേക്ക് വന്നിരുന്നതിന് എല്ലാ പരിപാടിയും എറണാകുളത്ത്, അത് എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? ഇപ്പം ഇനി അടുത്ത വേണം അപ്പം മലപ്പുറത്തോടച്ചല്ല വേണമെങ്കിൽ, കാരണം മുസ്ലിം ലീഗിൻ്റെ സഹകരണം ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും ഇവരുടെ ഈ ഇത്തരം താല്പര്യങ്ങളുടെ മുഖം അറിയണമെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്നു, ചേലക്കരയിൽ രമ്യ ഹരിദാസ് മത്സരിക്കുന്നു. ഏറെക്കുറെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഈ എല്ലാ നേതാക്കന്മാരുടെയും സ്വത്ത് മുഴുവൻ ആരെ സഹായിക്കും? അവിടെ വയനാട് പ്രിയങ്കയെ സഹായിക്കും. അല്ല, പ്രിയങ്ക ആരെ സഹായിക്കും? ഇവരാരും സഹായിക്കും. പിന്നെ ഒരു 10,000-50,000 ഭൂരിപക്ഷം വേണം ഓളം വെച്ച് കൂട്ടാം, അപ്പുറത്തേക്ക് പറ്റില്ല. പക്ഷേ രമ്യ ഹരിദാസ് അത്രയും വോട്ട് കുറച്ച് കൊണ്ടുവന്ന് രാധാകൃഷ്ണനെതിരായിട്ട് മത്സരിച്ചിട്ട് പോലും രാധാകൃഷ്ണൻ പോയ സമയത്ത് മത്സരിച്ചിട്ട് പോലും വോട്ട് 10,000-20,000 വോട്ടെങ്കിലും കുറയ്ക്കാൻ പറ്റി രമ്യയ്ക്ക്. അവിടെ രമ്യയെ ഒന്ന് സഹായിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു സാർ, അവിടെ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആരുണ്ടായിരുന്നു? പ്രിയങ്ക ഗാന്ധി പോയോ? അവിടെ തൊട്ടടുത്തില്ല. അവിടെ ഇല്ല, പ്രിയങ്ക ഗാന്ധി പോയി. രാഹുൽ ഗാന്ധി പോയോ? ഇല്ല. KC വേണുഗോപാൽ പോയോ? ഇല്ല. അവിടെ അന്ന് ഉണ്ടായിരുന്ന രാഘവൻ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ അന്ന് പോയിരുന്നു. പ്രതാപൻ ഉണ്ടായിരുന്നു. അത്തരം നേതാക്കന്മാരല്ലാതെ ഗ്ലാമർ ആയിട്ടുള്ള വേറെ ആരും ഉണ്ടായിരുന്നില്ല. ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ട് ആരും നമ്മൾ ഇലക്ഷൻ കവർ ചെയ്ത പെങ്കോച്ച് ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. ബാക്കി നേതാക്കന്മാരൊക്കെ എവിടെയാണ്? സിദ്ദിഖ് പോലും കൂടുതൽ സമയം എവിടെയായിരുന്നു? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KC വേണുഗോപാൽ എറണാകുളം VD സതീശൻ പറയില്ല, ഈ ജയിച്ചാൽ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക്. എവിടെയാണ് പറയുന്നത്? എറണാകുളത്ത് പറയും, തൃക്കാക്കര പറയും, പാലക്കാട് പറയും, പുതുപ്പള്ളി പറയും, പക്ഷേ വയനാട് പറയും. ചേലക്കര പറഞ്ഞോ സതീശൻ? പറഞ്ഞില്ല. ജയിച്ചിൻ്റെ ക്രെഡിറ്റ് കിട്ടേണ്ട എവിടെയാണ്? തോക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ജയിപ്പിക്കുമ്പോഴാണ് ക്രെഡിറ്റ് വരുന്നത്. തീർച്ചയായിട്ടും. അത് ഇവരാരും ശ്രമിക്കുന്നില്ല. അതാണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കേജ്രിവാൾ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് കേജ്രിവാൾ
ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനെതിരായി മത്സരിച്ച് അവരെ തോൽപ്പിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അതിനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്തെ കാണിക്കാത്ത? ഷുവർ സീറ്റ് നോക്കി പോവുകയാണ്, എല്ലാവരും ബായിയാണ്. അതിൻ്റെ പ്രത്യാഘാതം ഇവിടെ ഉണ്ടാവും. കെ സി വേണുഗോപാൽ ഇവിടെ ആയിരുന്നില്ല വർക്ക് ചെയ്യേണ്ട, കൊല്ലത്ത് പോകണമായിരുന്നു. ഒരു തീർച്ചയായിട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊല്ലം ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്നുള്ളത് കൊല്ലം കോർപ്പറേഷൻ. അതെ, കൊല്ലം കോർപ്പറേഷൻ പിടിച്ചാൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താ? അതിൻ്റെ എഫക്റ്റ് ആലപ്പുഴയും കിട്ടും. അല്ല, അതുപോലെ തന്നെ ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും കൊല്ലവും തിരുവനന്തപുരം ഒക്കെയാണ് ഭരണം നിശ്ചയിക്കുന്നത്. അത് കൊല്ലത്തൊക്കെ അടുത്ത പക്ഷത്തിൻ്റെ കോട്ടയായിട്ട് നിൽക്കില്ലേ, 2 സീറ്റല്ലേ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ മിടുക്കുമുണ്ട്, സ്ഥാനാർത്ഥിയുടെ മികവുമുണ്ട്. ഒന്ന് സ്ഥാനാർത്ഥി കളിച്ചിട്ടാണ് കുണ്ട്ര വിശ്വനാഥ് ജയിച്ചത്. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരിടത്ത് എറണാകുളം സ്ഥാനാർത്ഥിയുടെ മിടുക്കുമുണ്ട്, സ്ഥാനാർത്ഥിയുടെ മിടുക്കും അത് തന്നെ, സ്ഥാനാർത്ഥി മിടുക്ക് തന്നെയാണ്. എതിർ മറ്റിടത്തേക്ക് ഒരു കൊണ്ടുവരുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയോടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് തീർച്ചയായിട്ടും CPM കളിച്ചു. അതാ സംഭവിച്ചത്. കുണ്ട്ര അത് സംഘടന നായരോട്ടും കിട്ടി. അപ്പോൾ ആ രീതിയിൽ ഇവിടെ വേണുഗോപാലിൻ്റെ ഇത് ഇന്നലെ 2-3 ദിവസമായിട്ട് എറണാകുളത്തെ പ്രകടനം കാണുമ്പോൾ പ്രകടന പത്രിക പറയുന്നു. പ്രകടന പത്രിക ഒന്നും പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് മാലിന്യ നിർമ്മാർജ്ജനം ഒന്നും ഒറ്റ കാര്യം പ്രകടന പത്രിക ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഞങ്ങൾ നടപ്പാക്കുമെന്ന് മാത്രം, അതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് പാർപ്പിടം, സുരക്ഷിത എല്ലാം ഉണ്ടാക്കിത്തരാം. മൊത്തം ആദ്യത്തെ പ്രിയാമ്പിളിലെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. എന്തിനാണ് നടക്കുന്നത്? അപ്പോൾ ഈ വേണുഗോപാലിനോട് ചോദിക്കണം. വേണുഗോപാൽ മാത്രമല്ല, അങ്ങനെ ഒത്തിരി നേതാക്കന്മാരുണ്ട്. വേണുഗോപാലിനോട് ചോദിക്കേണ്ട ചോദ്യം, വേണുഗോപാലിനെ കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് വേണുഗോപാലിൻ്റെ സജീവമായ ഉത്തരവാദിത്വമെങ്കിൽ വേണുഗോപാൽ കൊല്ലത്തായിരുന്നു വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. കൊല്ലത്താണിപ്പോൾ നേതാക്കന്മാർ ആവശ്യമുള്ളത്. പക്ഷേ വിശ്വനാഥ് പോലും അങ്ങോട്ടില്ല, അവിടെ ചാർജില്ല. തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കിയ ശിവകുമാറിന് അവിടെ ചാർജ് കൊടുത്തിരിക്കുന്നത്. ശിവകുമാറിൻ്റെ ഒക്കെ നിയന്ത്രണത്തിലായിരുന്നു തിരുവനന്തപുരം ജില്ല. ഒരു പോക്ക് പോയി. ആ ശിവകുമാറിനെ പിന്നെ ചാർജ് കൊടുത്തിരിക്കുക എവിടെ? കൊല്ലത്ത്. അവിടെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ളതാണ്. തീർച്ചയായിട്ടും അവിടെ പ്രേമേന്ദ്രനും ഷിബു ബേബിയും ഉണ്ട്. ഘടകകക്ഷികൾ സ്ട്രോങ് അവിടെ. അവരെ കൂടെ വേണ്ട രീതിയിൽ സഹകരിപ്പിച്ച് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം എറണാകുളത്തേക്ക് വന്നിരിക്കുക. സാർ, കൊല്ലത്ത് കോൺഗ്രസ് ഇപ്പം വളരെ ശോഷിച്ചിരിക്കുകയല്ലേ? ശോഷിച്ചെന്ന് പറഞ്ഞാൽ ബിന്ദു ഇപ്പം DCC പ്രസിഡന്റ് പേര് സാറിന് പറയാമോ? എനിക്കറിയില്ല. അത് ബിന്ദു കൃഷ്ണൻ ആയിരുന്നപ്പോഴോ അത് നമ്മൾ കുറച്ചൊക്കെ അറിയുമായിരുന്നു. ജനങ്ങൾ എന്നെങ്കിലും ജയിച്ചാലും ഒരു പ്രശ്നമുണ്ട്, അവർ ഫ്രണ്ടിൽ കാണും. ആ ബിന്ദു കൃഷ്ണയുടെ ആ ലെവലിൽ പോലും കോൺഗ്രസിൻ്റെ സംഘടന കൊല്ലത്തില്ല എന്നാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. എന്തുമാത്രം നല്ല നേതാക്കളുണ്ടായിരുന്ന സ്ഥലമാണ് അത്. ആർ ശങ്കർ തൊട്ട് എത്രയോ പേര്, CM സ്റ്റീഫൻ, റഹീമ, BK നായർ, എത്ര പേര്, കടവൂർ ശിവദാസൻ, എത്രയോ പേരുണ്ട്, പത്മരാജൻ, CV പത്മരാജൻ, ഇവരെല്ലാം കൊല്ലംകാരായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അത് കളഞ്ഞ് ഇവിടെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ, ഇതാണ് വർക്ക് ചെയ്യുന്ന കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള വർക്ക് എറണാകുളത്താണ് നടത്താൻ പോകുന്നതെങ്കിൽ അതിന് എറണാകുളം കൂടെ നശിക്കാതിരുന്നാൽ ഭാഗ്യം എന്നേ പറയും.